बसंत की गुनगुनी धूप जब दोपहरी में तपाने लगती है तब ऊंचे हिमालय शिखरों पर बुरास ചട്ടക്കനെ लगता है. അതായത് വസന്തത്തിൻ്റെ ഇളം ചൂടുള്ള വെയിൽ ജബ് ദോപ്പഹരിമേം ഉച്ചയാകുമ്പോഴേക്കും എന്താകും, തപാനെ ലഗ്തി ഹെ ചുട്ടുപൊള്ളാൻ തുടങ്ങും. തുടക്കം ഇളം ചൂടുള്ള വെയിലായിരിക്കും, പക്ഷെ ഉച്ചയാകുമ്പോഴേക്കും അത് ചുട്ടുപൊള്ളുന്ന വെയിലായിട്ട് മാറും. അങ്ങനെയുള്ള സമയത്ത് തബ് ഊഞ്ചെ ഹിമാലയ ശിഖരോം പർ ആ വലിയ ഹിമാലയ ശിഖരങ്ങളിൽ ബുറാസ് ചട്ടക്നെ ലഗ്തേ ഹെ. ബുറാസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ചെടിയുടെ പൂവ്, ബുറാസ് കെ ഫൂൽ, ആ ചെടിയുടെ പൂവ് വിരിയാൻ തുടങ്ങും. ചട്ടക്ന എന്ന് പറഞ്ഞാൽ വിരിയുക, വിരിയാൻ തുടങ്ങുന്നു. ബുറാസ് കെ ഫൂൽ പഹാഡോं पर शानदार लालिमा बिछा देते हैं. അപ്പോൾ ഈ ബുറാസിൻ്റെ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ കളറ് നല്ല റെഡ് കളറാണ്, നല്ല ചുവപ്പ് കളറാണ്. അപ്പോൾ ഇതിൻ്റെ പൂവ് ആ പർവ്വതങ്ങളിൽ ഷാൻദാർ ലാലിമ, അതായത് ഗംഭീരമായ ഒരു ചുവപ്പ് നിറം അവിടെ വിരിക്കുന്നു, അതായത് അത്രയും നിറഞ്ഞു നിൽക്കും. मकर संक्रांति से तपता सूरज अब नंदा पर्वत से चौखंबा पर्वत की ओर बढ़ने लगता है. അപ്പം മകരസംക്രാന്തിയിൽ ചുട്ടുപൊള്ളുന്ന സൂര്യൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? നന്ദാ പർവ്വതത്തിൽ നിന്നും ചോഖംബ പർവ്വതത്തിലേക്ക് അങ്ങോട്ട് നീങ്ങുകയാണ്. ആദ്യം എവിടെയായിരുന്നു? ആദ്യം പഞ്ചാചൂലി പർവ്വതത്തിൻ്റെ നേരെയായിരുന്നു. അവിടെ നിന്ന് പിന്നെ പോയത് നന്ദാ പർവ്വതത്തിലേക്ക്. നന്ദാ പർവ്വതം കഴിഞ്ഞിട്ട് ഇനി ചോഖംബ പർവ്വതത്തിൻ്റെ നേരെയാണ് സൂര്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗംഗാമേം പാനി കി ധാര തേസ് ഹോ ജാത്തി ഹെ. ഈ സമയത്തൊക്കെ ഗംഗയിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക്, ധാര എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, തേസ് ഹോ ജാത്തി ഹെ വളരെ സ്ട്രോങ്ങിൽ ആയിരിക്കും, വളരെ വേഗത്തിൽ ആയിരിക്കും. ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरे पशुचारक वापस घरों को लौटने लगते हैं. ठंडे मौसम में അതായത് തണുപ്പ് കാലത്ത് ബർഫീലെ ഇലാക്കോസെ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് നിച്ചിലെ ഇലാക്കോമേ താഴെയുള്ള പ്രദേശങ്ങളിലേക്ക്, ഉത്തരേ പശുചാരക് താഴെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇറങ്ങിയ പശുചാരക് എന്ന് പറഞ്ഞാൽ ഇടയന്മാർ, വാപ്പസ് ഘറോം കോ ലൗട്ട്നെ ലഗ്തേ ഹെ അവർ തിരിച്ച്, വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ച്, അവർ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങും. തണുപ്പ് കാലമാകുമ്പോഴേക്കും പുറത്തു പോയ ഇടയന്മാരെല്ലാവരും വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ തുടങ്ങും. महीनों तक फैले चरागाहों, घने जंगलों और अनजान बस्तियों में भटकने के बाद अपने घर लौटने की खुशी उत्सव का माहौल रच देती है. അതായത് അവർ വീട്ടിൽ നിന്ന് പോയിട്ട് ഒരുപാട് മാസങ്ങളായിട്ട് അവരവരുടെ അടുത്തുള്ള കന്നുകാലികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഒരുപാട് മാസത്തിന് ശേഷം മഹീനോൻ തക് ഫേലെ മാസങ്ങളായിട്ട് നീണ്ടു നിന്ന ചരാഗാഹു എന്ന് പറഞ്ഞാൽ പുൽമേട്, അതുപോലെ ഘനേ ജംഗലവും ഇടതൂർന്ന വനങ്ങളും, അതുപോലെ അഞ്ചാൻ ബസ്തി അറിയാത്ത സ്ഥലങ്ങൾ, അങ്ങനെ അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞിട്ടാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. ഭട്ടക്നെ കെ ബാദ് ഘർ ലൗട്ട്നെ കി ഖുഷി, അങ്ങനെ വീട്ടിലേക്ക് പിന്നീട് തിരിച്ചു വരുന്ന ആ സന്തോഷം ഉത്സവ് കാ മാഹോൽ രച് ദേത്തി ഹെ ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാണ് അവിടെ ഉണ്ടാക്കുന്നത്. വേ ഗീത് ഗാത്തെ ഹെ നാച്തേ ഹെ അവർ പാട്ടുപാടുന്നു, അതിന് കൂടെ തന്നെ നൃത്തം ചെയ്യുന്നു. पशुचारकों के साथ उनकी भेड़ बकरियां
घोड़े खच्चर और कुत्ते भी होते हैं. അപ്പോൾ ഈ ഇടയന്മാരുടെ കൂടെ അവരുടെ ഭേഡ് ബക്കരിയ, ഭേഡ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട്, ബക്കരി ആട്, ഘോഡെ എന്ന് പറഞ്ഞാൽ കുതിര, ഖച്ചർ എന്ന് പറഞ്ഞാൽ കഴുത. അപ്പോൾ ഈ ഇടയന്മാരുടെ കൂടെ ആരൊക്കെയാണുള്ളത്? ചെമ്മരിയാടുകളും ആടുകളും കുതിരകളും കഴുതകളും അതുപോലെ നായ്ക്കളും എല്ലാവരും ഉണ്ട്. रास्ते में आने वाले गाँव से उनका लेन देन भी होता रहता है. അപ്പോൾ അവർ പോയി തിരിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്രാമങ്ങളുമായിട്ട് അവർക്ക് ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടാവാറുണ്ട്. അതായത് അവർ വരുന്ന വഴിക്ക് ആ ഗ്രാമത്തിലുള്ളവർക്ക് പലതും കൊടുക്കാറും തിരികെ വാങ്ങാറും ഉണ്ട്. വേ ജാൻവरों के साथ साथ कीड़ा जड़ी, करण और चरु जैसी दुर्लभ हिमालयी जड़ी व औषधियाँ भी बेचते हैं. അതായത് അവർ ഹിമാലയത്തിൽ നിന്നും പോയി വരുന്ന വഴിക്ക് കീടാജടി എന്ന് പറഞ്ഞാൽ കീടാജടി, കരൺ ഓർ ചരു ഇതെല്ലാം അവിടെ കിട്ടുന്ന ഔഷധങ്ങളാണ്. അവർ ഹിമാലയത്തിൽ നിന്നും ശേഖരിച്ച ഔഷധങ്ങളാണ്. ആ ഔഷധികളെല്ലാം അവർ അവിടുന്ന് ശേഖരിച്ച് വന്നിട്ട് അത് ഈ ഗ്രാമങ്ങളിൽ വിൽക്കാറുണ്ടായിരുന്നു. इन गाँवों से इनका सदियों का रिश्ता है, इसीलिए उसी वक्त पूरी कीमत चुकाना ज़रूरी नहीं होता. അപ്പോൾ ഈ ഗ്രാമങ്ങളുമായിട്ട് അവർക്ക് സദിയോങ്ക റിഷ്ത ഹെ, അതായത് നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമാണ്. റിഷ്ത എന്ന് പറഞ്ഞാൽ ബന്ധമാണുള്ളത്. ഇസീലിയെ ഉസി വക്ത് പൂരി കീമത്ത് ചുക്കാന ജറൂരി നഹി ഹോത്ത. അതുകൊണ്ട് തന്നെ അവർ ആ സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് തന്നെ മുഴുവൻ വിലയും നൽകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കീമത്ത് ചുക്കാന എന്ന് പറഞ്ഞാൽ കീമത്ത് വില, ചുക്കാന എന്ന് പറഞ്ഞാൽ കൊടുത്തു തീർക്കുക. അപ്പം അവർ ഔഷധങ്ങൾ ഇവർക്ക് കൊടുക്കുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ വില കൊടുത്തു തീർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ലായിരുന്നു. बर्फीले मौसम में निचले इलाकों की ओर जाते वक्त पुरानी वसूली की जाती थी. അപ്പോൾ മഞ്ഞുകാലത്ത് ഇവർ താഴത്തെ പ്രദേശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ബാക്കിയുള്ള ക്യാഷ് വാങ്ങിക്കുമായിരുന്നു. मज़े की बात है कि नकद उधार के आंकड़े कहीं दर्ज नहीं होते. അപ്പോൾ ഇതിനകത്ത് രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നഖദ് ഉധാർക്കെ, ഇവർ ഈ ക്യാഷ് കൊടുക്കുന്നതിൻ്റെയും കടം വാങ്ങുന്നതിൻ്റെയും ഒന്നും തന്നെ കണക്ക്, ആങ്കട എന്ന് പറഞ്ഞാൽ കണക്ക്, കഹി ദർജ് നഹി ഹോത്തെ, എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ദർജ് കർണ രേഖപ്പെടുത്തുക. അപ്പോൾ ദർജ് നഹി ഹോത്തെ. അപ്പോൾ ഇവരുടെ ഈ കൊടുക്കൽ വാങ്ങലിൻ്റെ ഒന്നും തന്നെ കണക്ക് എവിടെയും ആരും രേഖപ്പെടുത്തിയിട്ടില്ല. आपसी विश्वास के दम पर वर्षों से यहाँ यह लेन देन चल रहा है. അപ്പോൾ ആപ്പസി വിശ്വാസ്, അതായത് പരസ്പര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായിട്ട് ഈ കൊടുക്കൽ വാങ്ങൽ നടന്നുകൊണ്ടിരിക്കുന്നു. पशुचारकों के जत्थे जब गुजर जाते हैं तब गांव की जड़ में बहती गंगा से सटकर बनी सर्पीली सड़क पर हलचल बढ़ जाती है. അപ്പോൾ പശുചാരകോങ്കി ജथे, അതായത് ഈ ഇടയന്മാരുടെ കൂട്ടം, ജബ് ഗുസർ ജാത്തെ ഹെ, എപ്പോഴാണോ ആ ഗ്രാമത്തിനെ കടന്നു പോകുന്നത്, തബ് ഗാവ് കി ജഡ് മേ ബഹത്തി ഗംഗാ സെ, അപ്പോൾ ഗ്രാമത്തിനടുത്തു കൂടെ ഒഴുകുന്ന ഗംഗയിൽ ഗംഗാ സെ സഡ്കർ ബനി സർപ്പീലി സടക് പർ, ഗംഗയുടെ അടുത്ത് തന്നെ ഉള്ള സർപ്പീലി സടക് എന്ന് പറഞ്ഞാൽ സർപ്പത്തെ പോലുള്ള റോഡ്, അതായത് വളഞ്ഞു പൊളഞ്ഞ റോഡിൽ ഹൽച്ചൽ ബഡ് ജാത്തി ഹെ, ഭയങ്കരമായ ബഹളമായിരിക്കും. അതായത് ഇടയൻ്റെ കൂടെ ആടും ചെമ്മരിയാടും കഴുതയും പോത്തും നായയും എല്ലാം ഉണ്ട്. അപ്പോൾ അവർ പോകുമ്പോൾ ആ ഒരു ശബ്ദം ആ റോഡിൽ നല്ല രീതിയിൽ ഉണ്ടായിരിക്കും.
बद्रीनाथ, केदारनाथ, गंगोत्री और यमुनोत्री की और आने वाले पैदल यात्री धामों के कपाट खुलने से काफ़ी पहले आने लग जाते हैं. അപ്പോൾ ഈ ബദ്രിനാഥിലേക്കും കേദാർനാഥിലേക്കും ഗംഗോത്രിയിലേക്കും അതുപോലെ തന്നെ യമുനോത്രിയിലേക്കും ആനെ വാലെ पैदल യാത്രി, അതായത് നടന്നു വരുന്ന യാത്രക്കാർ ധാമോं के कपाट खुलने से काफ़ी पहले, അതായത് ഈ ധാം എന്ന് പറഞ്ഞാൽ തീർത്ഥാടന കേന്ദ്രം, അതായത് ഈ മേൽ പറഞ്ഞ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം തുറക്കുന്നതിൻ്റെ അതിൻ്റെ കവാടം തുറക്കുന്നതിന് മുന്നേ തന്നെ, ഒരുപാട് മുന്നേ തന്നെ വരാൻ തുടങ്ങുമായിരുന്നു. സുദൂർ ദക്ഷിൺ സെ ആനെ വാലെ മഹാത്മാ കൈ ബാർ ഹമാരെ ഗാവ് തക് ആ ജാത്തെ ഹൈ. അപ്പോൾ ദൂരെ ദക്ഷിൺ, അതായത് സൗത്തിൽ നിന്നും വരുന്ന ആൾക്കാർ ഹമാരെ ഗാവ് തക് ആ ജാത്തെ ഹൈ, ഞങ്ങളുടെ ഗ്രാമത്തിലേക്കും അവർ വരാറുണ്ട്. उनके हाथ में एक तारा होता है और उसके संगीत पर वे भजन गाते हैं. അപ്പം അങ്ങനെ വരുന്നവരുടെ കയ്യിൽ ഏക്താര എന്ന് പറഞ്ഞാൽ ഒരു വാദ്യോപകരണമാണ്. അവരുടെ കയ്യിൽ ഏക്താര ഉണ്ടാവാറുണ്ട്. അവരത് വെച്ചിട്ട് എന്ത് ചെയ്യുമായിരുന്നു? അതിൻ്റെ സംഗീതത്തിലായിരുന്നു അവർ ഭജനൊക്കെ ചൊല്ലിയിരുന്നത്. ബദ്രീനാഥ് और केदारनाथ के प्रमुख पुजारी आज भी दक्षिण भारत से नियुक्त होते हैं. അപ്പോൾ ഈ ബദ്രിനാഥിലെയും കേദാർനാഥിലെയൊക്കെ മുഖ്യ പൂജാരി, മെയിനായിട്ടുള്ള പൂജാരി എന്ന് പറയുന്നത് ഇന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് നിയോഗിക്കപ്പെടുന്നത്. അതായത് അയാൾ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഇപ്പോഴും സൗത്ത് ഇന്ത്യയിൽ നിന്നും ആണ്. सूरज जब चौखंबा पर्वत के ठीक पीछे से उदय होने लगता है तब जेठ शुरू हो जाता है. സൂര്യൻ ചൗഖംബ പർവ്വതത്തിൻ്റെ ठीक पीछे से, കറക്റ്റ് ചൗഖംബ പർവ്വതത്തിൻ്റെ പിറകിൽ നിന്നും ഉദിക്കാൻ തുടങ്ങുന്ന സമയം, ആ സമയത്താണ് ജേഠ് ശുരു ഹോ ജാത്താ ഹെ, അതായത് മിഥുന മാസത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് അപ്പോഴാണ്. പഹാഡ് की सड़कें गाड़ियों से भर जाती है. ഇനി ആ സമയത്തുള്ള അവസ്ഥയാണ് പറയുന്നത്. പഹാഡ് की सड़कें, ആ പർവ്വതത്തിൻ്റെ റോഡുകൾ, അതിൻ്റെ താഴെയുള്ള റോഡുകളെല്ലാം ഗാഡിയോं से भर जाती है, വാഹനങ്ങളാൽ നിറയും. अपने घर की छत से जब मैं बद्रीनाथ यात्रा मार्ग की भीड़ देखता हूँ तो भूल जाता हूँ कि महज 2 महीने पहले यह घाटी एकदम शांत थी. അപ്പോൾ ഈ ലേഖകൻ, നമ്മുടെ ലേഖകൻ തൻ്റെ വീടിൻ്റെ മുകളിൽ അപ്നെ ഘർ കി ഛത് സേ, അയാളുടെ വീടിൻ്റെ മേൽക്കൂരയിൽ നിന്നും നോക്കുമ്പോൾ മേ ബദ്രിനാഥ് യാത്രാ മാർഗ് കി ഭീഡ് ദേഖ്താ ഹൂം, അയാളുടെ വീടിൻ്റെ മുകളിൽ നിന്നും ബദ്രിനാഥിലേക്കുള്ള ആ യാത്രയുടെ വഴി കാണുമ്പോൾ, വഴിയിലെ ജനക്കൂട്ടത്തെ കാണുമ്പോൾ തോ ഭൂൽ ജാത്താ ഹൂം, അയാൾ മറന്നു പോകുന്നു എന്ത്? कि महज 2 महीने पहले यह घाटी एकदम शांत थी. കേവലം 2 മാസം മുൻപ് വരെ ഈ താഴ്വര വളരെ വിജനമായിരുന്നു, ശാന്തമായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോകും. കാരണം ഇപ്പോൾ അത്രമാത്രം ആൾക്കാർ ആ വഴിയിലൂടെ പോകുന്നുണ്ട്. സദിയോं से यह ऋतु चक्र यूं ही चलता आ रहा है. അപ്പോൾ കാലങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ഈ ഒരു ഋതുചക്രം എന്ന് പറയുന്നത് യൂं ही चलता आ रहा है, ഇതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു. हिमालय अपनी जगह मौजूद है और सूरज मुस्तैदी से अपनी यात्रा कर रहा है. സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ യാത്ര വളരെ വേഗത്തിൽ ചെയ്യുന്നുണ്ട്. ഹിമാലയം തൻ്റെ സ്ഥാനത്ത് അതുപോലെ തന്നെ നിൽക്കുന്നുമുണ്ട്.
ഹിമാലയ അപ്നി ജഗ പർ മൗജൂദ് ഹൈ. ഹിമാലയം തൻ്റെ സ്ഥലത്ത് മൗജൂദ് ഹൈ എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് ആണ്, അവിടെ തന്നെ ഉണ്ട്. और सूरज मुस्तैदी से, मुस्तैदी എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ अपनी यात्रा कर रहा है, തൻ്റെ യാത്ര ചെയ്യുന്നുണ്ട്. पंचाचूली की 5 चोटियों की ओर से जब सूरज प्रकट होता है तब मेरे गांव में फाट कंपा देने वाले ठंड पड़ती है. സൂര്യൻ പഞ്ചാചൂലിയുടെ ആ 5 ശിഖരങ്ങളുടെ നേരെയാകുമ്പോൾ, ചോട്ടിയോं की ओर से जब सूरज प्रकट होता है, സൂരജ് ആ പഞ്ചാചൂലിയുടെ 5 ശിഖരങ്ങളുടെയും ഇടയ്ക്ക് നിന്ന് എപ്പോഴാണ് ഉദിക്കുന്നത്, ആ സമയം എന്ന് പറയുന്നത് മേരെ ഗാവ് മേ ഹാർട്ട് കമ്പ, അതായത് മരം കോച്ചുന്ന തണുപ്പ്, അത്രയ്ക്കും തണുപ്പുള്ള സമയമാണ് അത്. സൂരജ് ജബ് ചൗഖംബ കെ ശിഖർ സെ ഉഗ്താ ഹൈ തബ് जेठ की गर्मी चरम पर होती है. സൂര്യൻ ചൗഖംബ പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ നിന്നാണ് ഉദിക്കുന്നതെങ്കിലോ ആ സമയം എന്ന് പറയുന്നത് മിഥുന മാസത്തിലെ ഏറ്റവും ഉയർന്ന ഉച്ചസ്ഥായിയിലുള്ള ചൂടായിരിക്കും ആ സമയത്ത് ഉണ്ടായിരിക്കുക. इन दोनों पर्वतों के बीच खड़े नंदा पर्वत के आसपास सूरज की उपस्थिति मेरे गांव में बसंत के बौराने का प्रतीक है. ഇതിന് രണ്ടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നന്ദാ പർവ്വതത്തിൻ്റെ അടുത്ത് സൂര്യൻ എത്തുമ്പോൾ എൻ്റെ ഗ്രാമത്തിൽ വസന്തം വരുന്നു. ദാദി कहती थी जब तक हिमालय रहेगा ഋതുओं के बदलने का उल्लास बना रहेगा. അപ്പോൾ ദാദി പറയുമായിരുന്നു ജബ് തക് ഹിമാലയ രഹേഗ, എത്ര കാലത്തോളം ഹിമാലയമുണ്ടോ, തബ് തക് ക്യാ ഹോഗാ ഋതുओं के बदलने का उल्लास बना रहेगा. ഈ ഋതുക്കൾ ഇങ്ങനെ മാറി മാറി വരുന്ന ആ ഒരു സന്തോഷം എപ്പോഴും നിലനിൽക്കും. അപ്പോൾ ഈ ഋതുക്കളെല്ലാം മാറി വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഹിമാലയമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഈ പാഠം അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അമർത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.